ഹലോ പീപ്പിൾ വാട്സ്ആപ്പ് ഇന്നയുടെ സ്വന്തം പിന്നെ പോലെ മല്ലു വ്ലോഗ് ഇന്നൊരു പുതിയ വീഡിയോ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മലയാളിക്ക് എന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. ഇന്ന് തിരുവനന്തപുരം യാത്രയിലത്തെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ രണ്ടും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ഒന്ന് പരശുരാമസ്വാമി അമ്പലത്തിലേക്കാണ് പോകുന്നത്. രണ്ടാമത് പത്മനാഭസ്വാമിയുടെ പെങ്ങൾ സങ്കല്പത്തിലൊരു അമ്പലമുണ്ട്, അവിടെ ദേവിയുടെ അമ്പലം, അവിടെ പോകുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂവിലേക്കും പിന്നെ അതിനടുത്ത് തന്നെ ഒരു പ്ലാനറ്റോറിയം ഉണ്ട്, അവിടേക്ക് പോയും പിന്നെ വൈകുന്നേരം ഈ ട്രിവാൻഡ്രം സിറ്റി ഗൈഡിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ അങ്ങനെയാണ് ഒരു പരിപാടി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. പരബ്രഹ്മ സ്വരൂപനായ പരശുരാമനെ ചതുർബാഹു മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ താമരയ്ക്കു പകരം പരശുരാമന്റെ ആയുധമായ മഴുവാണ് പ്രതിഷ്ഠയിലുള്ളത്. കൂടാതെ ശിവനും തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്നുണ്ട്. ശിവപ്രതിഷ്ഠയ്ക്ക് കിഴക്കോട്ടും പരശുരാമന് വടക്കോട്ടുമാണ് ദർശനം. കിഴക്കോട്ട് ദർശനമായാണ് ശിവന്റെ പ്രതിഷ്ഠ. പരശുരാമനോടൊപ്പം തന്നെ പ്രാധാന്യം ഇവിടെ ശിവപ്രതിഷ്ഠയ്ക്കുമുണ്ട്. ഈ രണ്ട് മൂർത്തികൾക്കും പ്രത്യേകം കൊടിമരങ്ങളുമുണ്ട്. ഒരേ ക്ഷേത്രത്തിൽ തന്നെ രണ്ട് കൊടിമരങ്ങളുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. തറയിൽ നിന്ന് 3 അടി താഴേക്ക് പടവുകൾ ഇറങ്ങി വേണം ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിലെത്താൻ. ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം പുറമേ പ്രദക്ഷിണം വെക്കണം. ഈ ക്ഷേത്രത്തിലെ ഉപദേവതമാർ മത്സ്യമൂർത്തി, ശ്രീകൃഷ്ണൻ, ഗണപതി, വേദവ്യാസൻ, ബ്രഹ്മാവ്, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരാണ്. പടിഞ്ഞാറോട്ട് ദർശനമായുള്ള ഗണപതി, തെക്ക് പടിഞ്ഞാറായി വടക്കോട്ട് ദർശനമായി ശ്രീകൃഷ്ണൻ, അടുത്തു തന്നെ കിഴക്ക് ദർശനമായി കന്യാവ് എന്നീ പ്രതിഷ്ഠകളാണുള്ളത്. ബ്രഹ്മാവിന്റെ ശ്രീകോവിൽ രണ്ട് ക്ഷേത്രങ്ങൾക്കും ഇടയിലാണ്. ശിവന്റെ ശ്രീകോവിലിനോട് ചേർന്ന് പടിഞ്ഞാറോട്ട് ദർശനമായി മഹിഷാസുരമർദ്ദിനിയും, തൊട്ടടുത്തായി പടിഞ്ഞാറോട്ട് ദർശനമായി മത്സ്യമൂർത്തി, വേദവ്യാസൻ, സുബ്രഹ്മണ്യൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. കൂടാതെ ശാസ്താവ്, കന്നിമൂല ഭഗവതി, നാഗരാജാവ്, ഉടയവർ തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട്. കോവളം ബീച്ചിൽ നിന്നും 6 കിലോമീറ്ററും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 3 കിലോമീറ്ററും അകലെയായി കരമനയാറും പാർവതി പുത്തനാറും കിള്ളിയാറും സംഗമിക്കുന്ന സ്ഥലത്തോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മരണാനന്തര കർമ്മമായ ബലിതർപ്പണമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത ഭഗവാൻ പരശുരാമന്റെ സന്നിധിയിൽ ബലിയർപ്പിച്ചാൽ പരേതാത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. സന്യാസം നേടി നാട്ടിലെത്തിയ ശങ്കരാചാര്യർ തന്റെ അമ്മയുടെ ബലിതർപ്പണം നടത്താനായി ഇവിടെ എത്തിയപ്പോൾ ബ്രഹ്മാവ്, പരശുരാമൻ, പരമശിവൻ എന്നിവർ അദ്ദേഹത്തിന് ദർശനമേകുകയും പിന്നീട് ആറ്റിൽ നിന്നും മണൽ മുങ്ങിയെടുത്ത് അതുകൊണ്ട് ഒരു പരശുരാമ വിഗ്രഹം നിർമ്മിക്കുകയും തുടർന്ന് അദ്ദേഹം മൂവരെയും പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. അതിനാൽ ഓംകാരപ്പൊരുളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നാണ് വിശ്വാസം. വിഷ്ണുവിന്റെ പരമഭക്തനായ വില്വമംഗലം സ്വാമികൾ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നും ഒരു വിശ്വാസമുണ്ട്. ഇവിടെ കർക്കിടകവാവിന് ബലിയർപ്പിച്ചാൽ 1 വർഷം മുഴുവൻ ബലിയർപ്പിക്കുന്നതിന്റെ പുണ്യമുണ്ട് എന്നും വിശ്വസിക്കുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് തന്നെ ബലിതർപ്പണം നടത്താൻ സാധിക്കുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ലം. ദിവസവും ഇവിടെ ആയിരങ്ങൾ ബലിയിടാൻ വരാറുണ്ട്. ഇതിനായി വരുന്നവർ അടുത്തുള്ള നദിയിൽ കുളിച്ച് ഈറനോടെ വന്നിട്ട് വേണം ബലിയർപ്പിക്കാൻ. കർക്കിടകം, തുലാം, മകരം എന്നീ മാസങ്ങളിലെ അമാവാസിക്ക് ക്ഷേത്രത്തിൽ വൻ തിരക്കായിരിക്കും. എല്ലാ ദിവസങ്ങളിലും ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ക്ഷേത്രമുറ്റത്തിന്റെ ഉള്ളിലായുള്ള ബലി മണ്ഡപങ്ങളിലാണ് ബലിതർപ്പണം നടത്തേണ്ടത്. അമാവാസി നാളിലാണ് ഇവിടെ ബലിയിടുന്നതിന് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത്. എന്നാൽ വർഷം മുഴുവൻ ബലിയിടാൻ സാധിക്കുന്ന ക്ഷേത്രമായതിനാൽ ദിവസവും ഇവിടെ ആയിരങ്ങൾ ബലിയിടാൻ വരാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 10 വരെയാണ് ഇവിടെ ബലിതർപ്പണം നടത്തുന്നത്. അമാവാസി ദിനത്തിൽ രാവിലെ 5 മുതൽ 11:30 വരെയാണ് ബലിതർപ്പണം നടത്തുന്നത്. പുഷ്പാഭിഷേകം, കുങ്കുമാഭിഷേകം, ഭസ്മാഭിഷേകം എന്നിവയാണ് പരശുരാമ സന്നിധിയിലെ പ്രധാന വഴിപാടുകൾ. കൂടാതെ ഗണപതി നടയിലെ അപ്പം മുഴലും ഗണപതി ഹോമവും പ്രധാന വഴിപാടുകളാണ്. തുലാമാസത്തിൽ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ട് വരുന്ന വിധത്തിലാണ് ക്ഷേത്രോത്സവം. 10 ദിവസവും ഗംഭീര പരിപാടികളായിരിക്കും. തിരുവല്ലം ഇടയാറിലെ
നാരകത്തറ തറവാട്ടിൽ നിന്നാണ് കൊടിയേറ്റ് ചടങ്ങിനുള്ള കൊടിക്കൂറയും കയറും കൊണ്ടുവരിക. തിരുവോണം നാളിൽ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കൂടിയാറാട്ടിനൊപ്പം എത്തും. തുടർന്ന് കൊടിയിറക്കോടെ ഉത്സവം അവസാനിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന അതേ സമയത്താണ് തിരുവല്ലത്തും ഉത്സവം തുടങ്ങുന്നത്. ഈ ക്ഷേത്രത്തിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ശക്തമായ ബന്ധമുണ്ട്. ഐതിഹ്യമനുസരിച്ച് കലിയുഗത്തിന്റെ 950 ദിവസം ദിവാകരമുനി എന്ന തുളു ബ്രാഹ്മണ സന്യാസിയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥാപിച്ചത്. വിഷ്ണുവിന്റെ മഹാഭക്തനായ ദിവാകരമുനി ആദത്ത ദേശത്തിൽ പൂജ ചെയ്യുകയായിരുന്നു. ഒരു ദിവസം മഹാവിഷ്ണു ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവനോട് വാത്സല്യം തോന്നിയ മുനി അവനോട് തന്നോടൊപ്പം താമസിക്കാൻ അഭ്യർത്ഥിച്ചു. ബാലൻ സന്തോഷപൂർവ്വം ഒരു നിബന്ധനയോടെ അത് സമ്മതിച്ചു. തന്നോടൊരിക്കലും അപമര്യാദയായി പെരുമാറുകയോ കോപം കൊള്ളുകയോ ചെയ്താൽ ആ നിമിഷം ആശ്രമം വിട്ടു പോകും എന്നതായിരുന്നു നിബന്ധന. ദിവസം കഴിയുന്തോറും ബാലന്റെ കുസൃതി അധികമാവുകയും എല്ലാവിധത്തിലും മുനിയെ ശല്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം ദിവാകരമുനി ധ്യാനത്തിലിരിക്കെ കുട്ടി അദ്ദേഹം ആരാധിച്ചിരുന്ന സാളഗ്രാമം എടുത്ത് വായിലിട്ടു. ഇത് മുനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വളരെയധികം കുപിതനായി. ബാലൻ അപ്രത്യക്ഷമാവുകയും എന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനന്തൻകാട്ടിൽ വരിക എന്ന് അശരീരി കേൾക്കുകയും ചെയ്തു. മുനി അസ്വസ്ഥനാകുകയും ബാലനെ അന്വേഷിച്ച് രാവും പകലും ഊണുമുറക്കവുമില്ലാതെ നടക്കുവാൻ തുടങ്ങി. ഒടുവിൽ കടൽ തീരത്തിനടുത്തുള്ള ഒരു വനപ്രദേശത്ത് എത്തിയ അദ്ദേഹം ഒരു ഇലപ്പവൃക്ഷത്തിൽ ബാലൻ അപ്രത്യക്ഷമാകുന്നത് കണ്ടു. ഉടനെ അനന്തശായിയായ മഹാവിഷ്ണുവിന്റെ ആകൃതി കൊണ്ട് ആ മരം നിലത്തു വീണു. തിരുവല്ല മുതൽ തിരുപ്പാപ്പൂർ വരെ ആ രൂപം വളരെ വലുതായി വ്യാപിച്ചു കിടന്നു. മഹാവിഷ്ണു അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷനായി. ആനന്ദപുളകിതനായ അദ്ദേഹം ആ തിരുരൂപം തന്റെ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന രീതിയിൽ ചെറുതായി കാണണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ ഭഗവാൻ ഇന്ന് കാണുന്ന രീതിയിൽ തന്റെ രൂപം ചുരുക്കി. നമുക്ക് നേരെ മുമ്പിലേക്ക് നമ്മള് കാറില് പിന്നെ എവിടേക്കാ അയ്യാ മുട്ടലേ 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 മുട്ടി മുട്ടി. ദിവാകരമുനി ആ വിഗ്രഹത്തിൽ പൂജകൾ അർപ്പിച്ചു. രാജാവ് അവിടെ ഒരു ക്ഷേത്രം പണിതു. അങ്ങനെ പത്മനാഭസ്വാമിയുടെ തലഭാഗമാണ് തിരുവല്ലം ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നു. വല്ലം എന്നാൽ തല എന്നുകൂടി അർത്ഥമുണ്ട്. ഈ വിശ്വാസമനുസരിച്ച് സ്വാമിയുടെ ഉടൽഭാഗം അനന്തൻകാടും പാദങ്ങൾ വെച്ചിരിക്കുന്നിടം തൃപ്പപ്പൂർ എന്നുമാണ് വിശ്വാസം. അരകത്ത ദേവി അഴകൊത്ത ദേവി അയലത്ത് കുടികൊള്ളും അമ്മയാം ദേവി. അരകത്ത ദേവി അഴകൊത്ത ദേവി അയലത്ത് കുടികൊള്ളും അമ്മയാം ദേവി. അഭയാംബികേ ദേവി ലളിതാംബികേ നിന്റെ ചരണാരവിന്ദങ്ങൾ കൂപ്പുന്നു ഞങ്ങൾ. അഭയാംബികേ ദേവി ലളിതാംബികേ നിന്റെ ചരണാരവിന്ദങ്ങൾ കൂപ്പുന്നു ഞങ്ങൾ. അമ്മേ അമ്മേ ദേവി അഭയാംബികേ ദേവി ലളിതാംബികേ. അമ്മേ അമ്മേ ദേവി അഭയാംബികേ ദേവി ലളിതാംബികേ. അരകത്ത ദേവി അഴകൊത്ത ദേവി അയലത്ത് കുടികൊള്ളും അമ്മയാം ദേവി.
കൊണ്ടു മഴമുകിൽ തീർക്കുന്നൊരമ്മേ, ചിരി കൊണ്ടു പൊൻവെയിൽ നെയ്യുന്നൊരമ്മേ, മിഴി കൊണ്ടു മഴമുകിൽ തീർക്കുന്നൊരമ്മേ, ചിരി കൊണ്ടു പൊൻവെയിൽ നെയ്യുന്നൊരമ്മേ, മഴവില്ലുമായി നിന്റെ നട കാത്തു നിൽപ്പൂ, കളമെഴുതാൻ വന്നൊരാ ആഷാഢമേഘം, മഴവില്ലുമായി നിന്റെ നട കാത്തു നിൽപ്പൂ, കളമെഴുതാൻ വന്നൊരാ ആഷാഢമേഘം. അമ്മേ അമ്മേ ദേവി അഭയാംബികേ, ദേവി ലളിതാംബികേ, അമ്മേ അമ്മേ ദേവി അഭയാംബികേ, ദേവി ലളിതാംബികേ. അരകത്ത ദേവി അഴകൊത്ത ദേവി, അയലത്ത് കുടികൊള്ളും അമ്മയാം ദേവി, അഭയാം. ഈ ബിൽഡിംഗ് ആണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ് സ്റ്റാൻഡ്. ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഞാൻ ബോംബെയിലോ തൃശ്ശൂരിലോ കണ്ടിട്ടില്ല. ഇതാണ് KSRTCയുടെ ബസ് സ്റ്റാൻഡ്. ദേവി ലളിതാംബികേ, നിന്റെ ചരണാരവിന്ദങ്ങൾ കൂട്ടുന്നു ഞങ്ങൾ. ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഉഷയ്ക്കും വിജയ്ക്കും വയ്യ. അപ്പോൾ ഞാനും ഇവർ രണ്ടാളും കൂടി തിരിച്ചു വന്നു. അപ്പോൾ സൂവും പ്ലാനറ്റോറിയം ഞങ്ങളുടെ ക്യാൻസലായി. അച്ഛനും അമ്മയും പിന്നെ ബാലനങ്ങളും ഗീതാൻ്റെ ഒക്കെ പോയി. ഇനിയാണ് നമ്മൾ ട്രിവാൻഡ്രം സിറ്റി റൈഡിലേക്ക് പോകാൻ പോണത്. അത് വേറൊന്നുമില്ല, നമ്മുടെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ട്രിവാൻഡ്രം ഭാഗത്തിലേക്ക് ഒരു ചെറിയ റൈഡാണ്. ചോട്ടിൽ AC ആണ്, ഡബിൾ ഡെക്കറാണ്. ചോട്ടിൽ AC, മുകളിൽ ഓപ്പൺ റൂഫാണ്. ചോട്ടിലത്തെ ഇതിന് ഒരാൾക്ക് 100 രൂപയും മുകളിലത്തെ ടിക്കറ്റിന് ഒരാൾക്ക് 200 റുപ്പീസുമാണ്. അപ്പോൾ അതിനു വേണ്ടി പോവാണ്. ഇപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇനി 4:30 ഇവിടെ നിന്ന് ഇറങ്ങും. 4:30 വണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. Greetings from the Golden State, Mr. X to the Z. Concentrate, come walk with me. Your shit sounds so awkwardly. I don't rhyme, I just stomp down beat. Real estate state, section 8. Which one would you rather take? Concentrate, move that way. Show me how you regulate. Hold up, wait, that shit's fake. Get these niggas up out my face. Shake the room, business boom. Turn this up now, stay in tune. Hypnotized by the way she move. Take your time, you might arrive too soon. Concentrate, 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 concentrate. Bring that back. What was that? Oh my Lord, she got back. So precise, so intact. Oh my God, who is that? Hibernate, consummate. Man was made to procreate. My estate generates as if my family name was Gates. Days of grace, lift big plates. Why be good, nigga? Go be great. Hit the brakes, crack them crates. How you wanna run, going state to state? Contemplate, demonstrate. Mind over mayhem, no mistakes. Lift some weights, eat some steaks. But you don't really want that face to face. So let's relax, check your track. Don't let your concentration snap. I love the way she arch her back. Like how motherfuckers supposed to handle that. Concentrate, 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 concentrate. എൻ്റെ മുടി എന്തിനാണോ പിടിച്ചത് ലക്ഷ്മി? എൻ്റെ മുടി എന്തിനാണ് പിടിച്ചോ? Concentrate, concentrate, concentrate. Bring that back. What was that? Oh my Lord, she got back. So precise, so intact. Oh my God, who is that? Breath control, touch your soul. Just maintain, don't lose control. Participate, congratulate. Cause everything else be seen as hate. Remain in place, the same mind.
state. Get off your ass and celebrate. Congregate, associate. Don't fuck yourself, procrastinate. Dilate to an all-time great. Calculate the next move I make. Crack the safe. Keep that ace in my waistband just in case. I'm no rat, can't run your race. Not too good, don't fit my taste. I love the way she make that shake, making it hard to concentrate. നമ്മുടെ സിറ്റി റൈഡിന്റെ ബസ് ഇവിടെയാണ് ലക്ഷ്മി. അയ്യോ ഇതന്നെയാണോ? What was that? Oh my lord, she got ലക്ഷ്മി നമ്മൾ മുകളിലേക്ക് പോണ കേട്ടോ. അത് കയറിക്കോളൂ. നിങ്ങൾ കയറാ വാരിച്ചാര് അങ്ങോട്ട് കയറുക. ഇതേതാ കളർ ലക്ഷ്മി? ബ്രൗൺ. so precise, so intact. Oh my god, who is that? Concentrate, 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 concentrate. വിജയൻ യെസ്. 6 പേര് കയറുണ്ട് കേട്ടോ. പച്ചക്കിളിപ്പവിഴ പാൽ വർണ്ണമൊത്ത പല കൊച്ചുങ്ങളഞ്ചെണ്ണം നിൽപ്പാണു ശംഭോ. KSRTCയുടെ നേരക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇടത് ഭാഗത്തായി തിരുവനന്തപുരത്തിന്റെ പ്രശസ്തമായ ചാല മാർക്കറ്റ്. അതിലൊന്നിലടിയന്റെ വധുണ്ടതേത്. ഇടത് ഭാഗത്തായി ലോകത്തിന് തന്നെ സമ്പന്ന ക്ഷേത്രങ്ങളൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ. ഇടത് ഭാഗത്തായി പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ലെഫ്റ്റ് സൈഡ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അപ്പ ബന്ദ് കർ ദിയ. ശംഭോ. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം, മ്യൂസിയം, കവടിയാർ, തിരികെ പാളയം, ശംഖുമുഖം, ലുലു മാൾ പോയി കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്നു. പോകുന്ന വഴിയിൽ ഇലക്ട്രിക് കേബിളുകൾ, മരച്ചില്ലകൾ താഴ്ന്ന പ്രദേശങ്ങളാണ്, ശ്രദ്ധിച്ചിരിക്കുക. ശംഭോ. ऊपर कैसे ड्राइवर रहेगा रे? नहीं ड्राइवर नीचे रहता है. अपन डबल टक्कर में चढ़ा था ना एक बार. രണ്ട് कंडक्टर अपन गया था ना एक बार. नहीं देखा था. जाएंगे अपन. नहीं जाने क्या? ठीक है. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ. കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനെ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനെ. ശിവശംഭോ. നിങ്ങളെല്ലാവരും തിരുവനന്തപുരമാണോ? അല്ല എവിടെ? പത്തനംതിട്ട.
എല്ലാവരും കോഴിക്കോട്, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോട്ടയം, തൃശ്ശൂർ. ഉത്തരം. ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശിവശംഭോ. ഭവനത്തിന്റെ വലത് ഭാഗത്തായി സെക്രട്ടേറിയറ്റ്, ഭരണസിരാ കേന്ദ്രം, തിരുവിതാംകൂർ രാജവംശത്തിന്റെ മാസത്തിലൊരിക്കൽ കൂടി വരാറുള്ള ദർബാർ കൂടുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റായി പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇടത് ഭാഗത്തായി ഒരു പ്രതിമ കാണാം. മാധവറാവുവിന്റെ ഈ പ്രതിമയാണ് തിരുവനന്തപുരത്ത് ആദ്യമായി സ്ഥാപിച്ചത്. അതിനാൽ ഈ സ്ഥലത്തെ സ്റ്റാച്യു എന്നറിയപ്പെടുന്നു. ശംഭോ കൺഫ്യൂഷൻ തീർക്കണമേ എന്റെ കൺഫ്യൂഷൻ. ഇടത് ഭാഗത്തായി യൂണിവേഴ്സിറ്റി കോളേജ്, ലെഫ്റ്റ് സൈഡ് യൂണിവേഴ്സിറ്റി കോളേജ്, മുൻ രാഷ്ട്രപതി KR നാരായണൻ, ചിത്രകലാകാരനായ രാജാ രവിവർമ്മ എന്നീ അതുല്യ പ്രതിഭകൾ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി കോളേജ്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. വലത് ഭാഗത്തായി തീർക്കണമേ കൺഫ്യൂഷൻ തീർക്കണമേ. ഇടത് ഭാഗത്തായി ലെഫ്റ്റ് സൈഡ് VJT ഹാൾ, ഇപ്പോൾ അയ്യങ്കാളി ഹാളായി അറിയപ്പെടുന്നു. വിവിധ സാംസ്കാരിക വേദികളായി പ്രവർത്തിക്കുന്നു. അടുത്തായി നിൽക്കുന്ന തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന പാളയം. വലത് ഭാഗത്തായി പാളയം മാർക്കറ്റ്, റൈറ്റ് സൈഡ് പാളയം മാർക്കറ്റ്. ഇടത് ഭാഗത്തായി ദേവസ്വം ബോർഡിന്റെ വിനായക ക്ഷേത്രം, തൊട്ടച്ചേർന്ന് തന്നെ പാളയം ജുമാ മസ്ജിദ്. ഇതിന്റെ പുറകുവശത്തായി ഒരു ക്രിസ്ത്യൻ ദേവാലയം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു കോമ്പൗണ്ടിൽ 3 മതസ്ഥരുടെ ആരാധനകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് പാളയം. മതസൗഹാർദ്ദത്തിന് പേര് കെട്ട പാളയം. ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്ന് അറബിക് പേര് വിശേഷിപ്പിക്കുന്ന പാളയം ജുമാ മസ്ജിദ്. ഇടത് ഭാഗത്തായി രക്തസാക്ഷ്യമുണ്ടെന്നും വലത് ഭാഗത്തായി പാളയം ചർച്ച്, റൈറ്റ് സൈഡ് പാളയം ചർച്ച്. ഇടത് ഭാഗത്തായി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. കേരള പോലീസ് സേനയിലെ ആദ്യ IG ആയ ചന്ദ്രശേഖർ നായർ സാറിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിക്കപ്പെട്ടതാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഡിയമായി പ്രവർത്തിക്കുന്നു. ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ലക്ഷ്മി ഫുട്ബോൾ സ്റ്റേഡിയം. ഇടത് ഭാഗത്തായി കേരള നിയമസഭാ മന്ദിരം, ലെജിസ്ലേറ്റീവ് അസംബ്ലി. മുൻകാലങ്ങളിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പുതിയ ബിൽഡിംഗ് ഇവിടെ സ്ഥാപിച്ചതോടെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. തൊട്ടച്ചേർന്ന് തന്നെ നിയമസഭാ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. വലത് ഭാഗത്തായി റൈറ്റ് സൈഡ് GV രാജ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ്. ഇടത് ഭാഗത്തായി KTDCയുടെ ആദ്യകാല ഹോട്ടലായ മസ്കറ്റ് ഹോട്ടൽ. ലെഫ്റ്റ് സൈഡ് KTDCയുടെ ആദ്യകാല ഹോട്ടലായ മസ്കറ്റ് ഹോട്ടൽ. ബാങ്കിൽ ക്യാഷ് അടച്ചില്ല ഇടത് ഭാഗത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള CSI ചർച്ച്, പൂർണ്ണമായും പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. വലത് ഭാഗത്തായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ്, നഗരസഭാ കാര്യാലയം. റൈറ്റ് സൈഡ് ഇടത് ഭാഗത്തായി ലെഫ്റ്റ് സൈഡ് തിരുവനന്തപുരത്തിന്റെ മ്യൂസിയം, നാപ്പിയർ മ്യൂസിയം എന്നറിയപ്പെടുന്നു. നാപ്പിയർ മ്യൂസിയം എന്നറിയപ്പെടുന്നു. ആനക്കൊമ്പ് തീർത്ത കരകൗശല വസ്തുക്കളുടെയും പുരാതനമായ ശില്പം കൊണ്ട് 80 ലഭ്യമാണ്. 1855 പണി പൂർത്തിയായി. 1857 പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. ലെഫ്റ്റ് സൈഡ് ഇടത് ഭാഗത്തായി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാല 55 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1000-ൽ പരം പക്ഷിമൃഗാദികൾ വസിക്കുന്നു. വലത് ഭാഗത്തായി ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു പാർക്ക്. തൊട്ടച്ചേർന്ന് തന്നെ കുട്ടികളുടെ പാർക്കായ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക്. വലത് ഭാഗത്തായി ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക്. ഇതിന്റെ മുകൾ ഭാഗത്തായിരുന്നു മുൻകാലങ്ങളിൽ വാന നിരീക്ഷണ കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്.
ഇടതുഭാഗത്തായി കനകക്കുന്ന് കൊട്ടാരം. തിരുവിതാംകൂർ രാജകുടുംബത്തിൽ വരുന്ന നോൺ വെജ് കഴിക്കുന്ന അതിഥികളെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനും വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. ഇപ്പോൾ വിവിധ സാംസ്കാരിക വേദികളായി പ്രവർത്തിക്കുന്നു. ഇടതുഭാഗത്തായി ഇന്ത്യൻ നേവിയുടെ സീ ഹൗസ്, വലതുഭാഗത്തായി ജലഭവൻ, കേരള വാട്ടർ അതോറിറ്റി. വലതും ഇടതും. That's a very confusing topic. വലതുഭാഗത്തായി റൈറ്റ് സൈഡ്. അയ്യോ, തിരുവനന്തപുരത്തിന്റെ നൈറ്റ് ലൈഫ് ഒക്കെ ഇറങ്ങിയിരുന്ന മാനവീയ വേദി. രാത്രികാലങ്ങളിൽ ഡാൻസ് പാട്ടൊക്കെ ഇറങ്ങിയിരുന്ന തിരുവനന്തപുരത്തിന്റെ മാനവീയ വേദി. റൈറ്റ് സൈഡ് എൽട്രോൺ. രാത്രി പാർക്കിൽ പോയിട്ട് ഊഞ്ഞാലാടിയില്ലേ, അതുമാതിരി ഒരു വലിയ വലതുഭാഗത്തായി ഒരു ബിൽഡിംഗ് കാണാൻ സാധിക്കും. അതിനൊരു പ്രത്യേകത ഉണ്ട്, പറയുമാർഗം. ഒരാളുടെ വീടിന്റെ മോഡൽ വേണമെങ്കിൽ പറയാം. മനിൽ അംബാനി സാറിന്റെ വീടിന്റെ അതേ മോഡലിലാണ് ആ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. വലതുഭാഗത്തായി കേരള രാജ്ഭവൻ, പോലീസിന്റെ അതീവ സുരക്ഷയിലുള്ള ഗവർണറുടെ ഔദ്യോഗിക വസതി. വലതുഭാഗത്തായി മന്ത്രിമന്ദിരമായ മൻമോഹൻ ബംഗ്ലാവ്. റൈറ്റ് സൈഡ് മന്ത്രിമന്ദിരമായ മൻമോഹൻ ബംഗ്ലാവ്. ഇടതുഭാഗത്തായി റിസർവ് ബാങ്ക് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് ആണ്. ലെഫ്റ്റ് സൈഡിൽ റിസർവ് ബാങ്ക് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ്. വലതുഭാഗത്തായി ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്. റൈറ്റ് സൈഡ് ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്. നമ്മൾ എത്തുന്നത് കവടിയാർ ഭാഗത്തേക്കാണ്. കവടിയാർ കൊട്ടാരത്തിന് മുന്നിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ പാതയെ തിരുവനന്തപുരത്തിന്റെ രാജവീതി എന്നറിയപ്പെടുന്നു. വലതുഭാഗത്തായി സ്വാമി വിവേകാനന്ദ പാർക്ക്. റൈറ്റ് സൈഡ് സ്വാമി വിവേകാനന്ദ പാർക്ക്. സ്വാമി വിവേകാനന്ദ പാർക്ക് ലക്ഷ്മി ഈ സൈഡില്. എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. വാഹനത്തിന്റെ നേരെ മുന്നിൽ കാണുന്നതാണ് കവടിയാർ കൊട്ടാരത്തിന്റെ മെയിൻ കവാടം. ഇടതുഭാഗത്ത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്ന കവടിയാർ കൊട്ടാരം 3 നിലകളിലായി 110 മുറികളുള്ള കൊട്ടാരമാണെന്ന് ചരിത്രം പറയുന്നു. ഇപ്പോഴും രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. തന്നെ അന്നദാന പ്രഭുവേ, സർപ്പം പോലെ നിന്റെ മെയ്യിൽ ചുറ്റി എന്നെ കാത്തിടേണം വിധുവേ. നീയൊന്നു വന്നാൽ വരമൊന്നു തന്നാൽ തീരാത്ത ദുരിതങ്ങൾ തീരും ശംഭോ. നീയൊന്നു വന്നാൽ വരം. ദേശം കേരള ദേശം മഞ്ഞിലു പൊട്ടായി സന്ദേശം. സഖ്യൻകോട്ട ചമച്ചൊരു ദേശം അറേബ്യൻ യാത്രയിടും വേഷം. വൻപള്ളുകളോതി കായലുമാറും പെൺപാടുന്നു ആർന്നൊരു ദേശം. കടലോരങ്ങളും ഇടനാഴികളും മലനാടുകളും ആർന്നൊരു ദേശം. എന്നുടെ ദേശം കേരള ദേശം മഞ്ഞിനു പൊട്ടായി വിലസും ദേശം. തന്നാൽ തീരാത്ത ദുരിതങ്ങൾ തീരും ശംഭോ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ ശിവ. നിങ്ങൾക്ക് ആവശ്യമായ സ്നാക്സ്, വെള്ളം എന്നിവ വാഹനത്തിൽ ലഭ്യമാണ്. 10 രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ്. സ്നാക്സ് ലൈസ് ആണ്. ശംഭോ ശിവശംഭോ ശംഭോ.
കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. ശിവശംഭോ 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 ശംഭോ, ശിവശംഭോ 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 ശംഭോ, ശിവശംഭോ 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 ശംഭോ, ശിവശംഭോ 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 ശംഭോ. Brothers is whack by popular demand, chasing fame and girls living their life on cruise control. But tell me, what do it profit a man to gain a whole world living trite but then lose his soul? I'm here to wake my peoples up from they dreaming, kill every demon and snake that make even fair seeming. Even though my star gleaming, man, my life ain't trouble free. Homie, take it from me, Snoopy Deagle Double J. There are people who have let the problems of today lead them to conclude that for them life is not the way. But every problem has an answer, and if yours you cannot find, you can talk it over to him, he'll give you peace of mind. When you feel your life too hard, just go have a talk with God. So much drama on the air, the coppers just laugh. Man, the West is wild, that old hit was wrong. Cause I hear mama don't have and papa don't have. It's God bless the child that can't go get his own. Man, we struggle hard, suffer long. I'm feeling like this life is a trip, trying to keep our hearts pure through the sin. But the race ain't to the swift or the strong, the wise or the rich, but to them that can endure to the end and win. Your love too hard, just go have a talk with God. Every psychiatrist that's known throughout the world is solving the problems of all men, women, kids, so boys and girls. When you feel your life too hard, just go have a talk with Whether it's soldiers on the cell block or homies on the run, with God, man, ain't no obstacles that you can't overcome. When you feel your life too hard, just go have a talk with God. You're so frustrated, worrying about your bread, and some mornings you don't even wanna get out the bed. Your love's too much too bad, just go talk to God. You're a good woman, but you can't understand why it seems like you ain't never gonna find yourself a good man. When your life's too hard, just go have a talk with God. Mothers on welfare or ladies that stripping, you under so much pressure, feel like your sanity slipping. When your life's too hard, just go have a talk with God. Never, never let you down. You know that, don't you, Steve? You know I know it, Uncle Steve. I know it too. We know it. Yeah, we do. Thanks a lot, man. Nah, thank you, man. I appreciate that. You know I love you. I love you for what you're saying. God bless you. And you can catch me down on my knees, asking the Lord please. Even G's pray. Hey, with difficulty comes ease. Disease, poverty, injustice, or oppression. I'm asking for your protection and thanking you for your blessing. Confession is good for the soul. That's how I'm trying to roll. Be one of the greats, see the pearly gates. Now that's the goal. Until then, forgive my sin if that ain't asking too much. Now that's Tabernacle Church. Black folks can't never have no fun.
streets be crazy. Long Beach to Compton. Always up to no good. Crazy. Crazy. Always up to no good. Van Nuys to Santa Ana. Crazy. Crazy. Have a look outside and take a stroll with me. California lifestyle, you wanna roll with me? I could take you in and out and where it's gonna be. Now as crazy as it is, you know this home for me. I would never leave it, you know that's wrong to me. I'ma stay down, you see me on the corners, G. At your local liquor store, getting some Optimals. And if I'm out of bounds, then I gotta cock the phone. Keep it on the low, on the west coast. Sign some autographs and then I do get ghosts. Yeah, I love my folks, but half of y'all fools is cut folks. On a real note, the streets will have you, guide you, lead you, mislead you, it's fragile. Yeah, see you gradually grow, and when you're walking on my side, I think you all need to know. These streets be walking down the avenue. Crazy. हैंगर जो एरोप्लेन को पार्क करते हैं. From Hollywood to South Central. ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു വിമാനത്താവളത്തിന്റെ റൺവേ, അതും ഒരു അന്തർദേശീയ വിമാനത്താവളത്തിന്റെ റൺവേ അടച്ചിടുക. ലോകത്തിൽ അത്തരത്തിലൊരു വിമാനത്താവളം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് മാത്രമാണ്. 363 ദിവസം ഈ വിമാനത്താവളം പൊതുജനങ്ങൾക്ക് വേണ്ടി 2 ദിവസം ശ്രീ പത്മനാഭന് വേണ്ടിയുമാണ് എന്ന് ആദ്യകാലം തന്നെ പറഞ്ഞിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു വരുന്നു. 1935 ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ താല്പര്യപ്രകാരമായിരുന്നു ടാറ്റ എയർലൈൻസിന്റെ വിമാനം ആദ്യമായി തിരുവനന്തപുരത്ത് എത്തിയത്. ടാറ്റ ചിത്രതിരുനാളിനോട് ചോദിച്ചത്രേ, ഇത് നഷ്ടത്തിലാകാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ നഷ്ടം ആരും നികത്തുന്നത്. അപ്പൊ ചിത്രതിരുനാൾ മറുപടി പറഞ്ഞു, എന്ത് നഷ്ടമുണ്ടായാലും അതിന്റെ കോമ്പൻസേഷൻ ഞങ്ങൾ നൽകുമെന്ന്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ അടച്ചിടുക പതിവാണ്. 4 മണി മുതൽ 9 മണി വരെയാണ് സാധാരണയായി അടച്ചിടുന്നത്. Crazy. Long Beach to Compton. Always up to no good. Crazy. Crazy. Always up to no good. Van Nuys to Santa Ana. Crazy. Crazy. on the 110 freeway, floating back to the block in a 7-deuce coupe, hopping hip in the hot, sipping on some hen with my nephew infrared. Young pimp on the grind, trying to line up some head. Have fun, deal done on the west we won. Don't matter where you're from, if you're older or young. Seesaw, we walk like ooh la la. Fuck the law, we don't get caught, we just do da da. Yeah, nigga, we shaking the cops. You niggas out there just be making it hot. But don't trip if you're faking a lot. I'll break you, shake you, and take your spot. Cause if you think that you gon' slip through California without getting banged on, brother, you're wrong. Always up to no good. I really love my all grew up together in Albany. Always up to no good. Hell yeah, I love New York. That's why I married the broad, but she Always up to no good. we can't hang no more, cause I'm a baller, y'all, and he Always up to no good. Let me tell you about these streets. Always up to no good. Walking down the avenue. Crazy. From Hollywood to South Central. Always up to no Crazy. Long Beach to Compton. Crazy. Crazy. Always up to no good. Van
to Santa Ana. Crazy, crazy. Fred Wreck, you a fool for that beat, man. Check it out, y'all. It's Julio G, Westside Radio. You got your ears tuned to the blue carpet treatment. Para todos los latinos, los voy a llevar a la playa larga. Y voy a dejar que Snoop les diga lo que le pasó. Hey, Snoop, tell him what's up, vato. से सांसे चोरी चोरी ले गई चुरा के चोरी चोरी ख्वाबों में Lexmi
viral fever. This is cute. Volume 1. Swachh Bharat Abhiyan. मैं गया फ्रेश पार्टी दे पैसी तू सारी, लाल बिंदी तेरी लगदी प्यारी, तुझे डेट पे कैसे ले जाऊं, ऑटो या गड्डी डैडी दिलाऊं। फ्रेश पार्टी दे पैसी तू सारी, लाल बिंदी तेरी लगदी प्यारी, तुझे डेट पे कैसे ले जाऊं, ऑटो या गड्डी। अच्छा तुझे नोट दिला दूं, मेरे सर से क्या क्या तुझे पास करा दूं, फोटो शॉट करके लाइक्स बढ़ा दूं, तेरा वेट है थोड़ा ज्यादा तुझे वॉक करा दूं, तुझे लगे मेरी बातें खराब, पिया मैंने कोला नहीं पी है शराब, तेरे डैड तेरे दोस्त कोई जानता नहीं काम मेरा, आईटी वाले दफ्तरों में चलता है नाम मेरा। ऑफर मारा तुझको हजारों ने, लौंडे दिखाए सारे रिश्तेदारों ने, आईआईटी के पढ़े लिखे गवारों ने, पर मेरे लक जैसा दम था बेचारों में, पूरे स्टाइल से पहनूं फेक, सुपरमैन वाला मेरा एपरॉन देख, फिर तोड़ूं अखरूट एक हाथ से, आजमा के देख ले मसाला मेरी चाट में। पै गया फ्रेश पार्टी दे पैसी तू सारी, लाल बिंदी तेरी लगदी प्यारी, तुझे डेट पे कैसे ले जाऊं, ऑटो या गड्डी डैडी दिलाऊं। के लिए था तुझे फोन मारा, 100 का रिचार्ज करा के बोड़ा फोन वाला, तू बोली धूप है हॉट, टैनिंग होगी बहुत, लेके चलो तुझको मैं ब्यूटी शॉप, चूज कर थोड़ा लिप ग्लॉस नेल पेंट या फिर कोई मस्कारा, है क्यूट सी रानी मैं हूँ डिसेंट सा राजा, आजा कुंडली तू पंडित को दिखा, चाहे मम्मी चाहे डैडी मेरी बात तो करा, मैंने मांगा ना दहेज जाके घर पे बता, गिफ्ट खोल अपना उसमें बॉक्स पड़ा, के रिंग चमका। कैसे कहीं भी लगा दे कोई हाथ, तेरे चांटे पे चांटे पड़ेंगे, वो जो ड्रामे करेंगे, दीदी करके सारे तेरे आगे गिरेंगे, सारे भागा करेंगे, गली खाली होगी, भी जिस दिन से भी तू मेरी वाली होगी, स्कर्ट डाली होगी फिर भी ना कोई ताड़ेगा, जेंटलमैन यार तेरा आंखें निकालेगा। फ्रेश पार्टी दे पैसी तू सारी, लाल बिंदी तेरी लगदी प्यारी, तुझे डेट पे कैसे ले जाऊं, ऑटो या गड्डी डैडी दिलाऊं। पै गया She moves her body like a cyclone, and she makes me wanna do it all night long. Going hard when they turn the spotlights on, because she moves her body like a cyclone, just like a cyclone. She moves her body like a cyclone, and she makes me wanna do it all night long. Going hard when they turn the spotlights on, because she moves her body like a cyclone, a mighty cyclone. Now look at that dumper on the back of that bumper. She ain't even playing when she shaking that rumpa. And oh, you ain't know she get lower than a muffler, either with her girlfriend. The show stopping with അങ്ങനെ നമ്മുടെ സിറ്റി റൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കുറേ നേരത്തെ a hustler. The way she move her body, she might see the Maserati. She wanna put it on me, trying to show me her tsunami. She make it hard to copy, always tight and never sloppy. And got her entourage and her own paparazzi. Now that she go again, riding through the stormy weather, you better button up if you wanna go get her. Cause it is what it is, everybody wanna love her. But when she pop it, boy, you better run for cover. She moves her body like a cyclone, and she makes me wanna do it all night long. Going hard when they turn the spotlights on, because she moves her body like a cyclone, just like a cyclone. She moves her body like a cyclone, and she makes me wanna do it all night long. Going hard when they turn the spotlights on, because she moves her body like a cyclone, a mighty cyclone. When she break them boys off a typhoon, gotta get that fatty like a boss tycoon. Now hold it steady cause she make a monsoon. Now you can Google, download the iTunes. See what I'm saying? She ain't playing, yeah, she got them heads turning. You gon' hear it clack clack when them heels get to burning. Stiletto so fuego, she got her own label and got us all doing a tornado. She moves her body like a cyclone,
என்ன சொல்ற லக்ஷ்மி? என்ன தப்பம் செய்தோ யசோதா? Shawty got look, shawty got class, shawty got hip, shawty got. When she hit the stage, she drop it down low like. Hey, this is crazy. It's amazing. It must be the weather, lady. She moves her body like a cyclone, and she makes me wanna do it all night long. Going hard when they turn the spotlights on, because she moves her body like a cyclone, just like a cyclone. She moves her body like a cyclone, and she makes me wanna do it all night long. Going hard when they turn the spotlights on, because she moves her body like a cyclone, a mighty cyclone. என்ன தவம் செய்தோ யசோதா? അവിടെപ്പോ ആ ഇങ്ങനെയൊക്കെ കണ്ട് പരിചയപ്പെടും. ആ വരിക വരിക എന്ന് പറയും. ഇല്ലല്ലോ എന്തത് ഇവര് 3 കിലോന്ന് പറയാമോന്ന് വിചാരിച്ചു. അതിനെന്താ? ഉള്ളിൽ എവിടെ തൊഴാറ് നിങ്ങൾ? നമ്മള് തൊഴുതിക്കില്ല. നമ്മള് കേറി ഭാഗത്തെ കൂടെ അല്ല, അത് ഫ്രണ്ട് സൈഡിൽ പോയിട്ട് കേറി. അല്ലാതെ തൊഴിൽ എവിടെയായിരുന്നു? സുശീന്ദ്രൻ പറഞ്ഞില്ലേ ഏറ്റവും മുമ്പിൽ പോയി നിൽക്കുന്നത്? അതന്നെയാണ്. അല്ലാണ്ട് ഏറ്റവും മുമ്പിൽ അത് കയറ്റണത് 8 മണി കഴിഞ്ഞിട്ട് കയറ്റുള്ളൂ. അത് ഏത് കളക്കുമ്പോൾ ആര് വന്നാലും അവര് അങ്ങനെ കയറ്റൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വിജയേട്ടൻ ഇവിടേക്ക് പോണേനും ഇത്ര സുഖമായിട്ട് ജീവിതത്തിൽ തോന്നില്ല എന്ന് പറഞ്ഞാൽ അവരാ മറ്റേ ലൈൻ വിട്ടില്ല. അയാൾ വരട്ടെ വിടാൻ. ഞങ്ങൾ ആ മണ്ഡപത്തിന്റെ അവിടെ എത്തിയിട്ടാ പിന്നത്തെ എല്ലാ ലൈനും വിടാൻ. അതുകൊണ്ട് സുഖമായിട്ട് വിജയേട്ടൻ പറഞ്ഞു ഇനി ഞാൻ വരില്ലേ ഗുരുവായൂരപ്പ, എനിക്ക് വയ്യ ഇങ്ങനെ ലൈനിൽ ഇടികൂടി പോവാൻ എന്നൊക്കെ പറഞ്ഞു. പറ്റുമോന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു നിന്നതാ. പിറ്റേ ദിവസം അതേപോലെ തന്നെ അവരാ സീനിയർ സിറ്റിസന്റെ ലൈൻ മാത്രമേ വിട്ടുള്ളൂ. മറ്റു വരട്ടെ എന്ന് പറഞ്ഞാൽ നിർത്തി. ഞങ്ങൾ അങ്ങോട്ട് കടന്നതിന് ശേഷം നമ്മളോട് പറഞ്ഞു എവിടെ നിൽക്കണ്ട, നിങ്ങൾ മറ്റേ ഫ്രണ്ടിൽ കൊടിമരത്തിന്റെ അവിടെ എഴുതി വെച്ച് കടന്നോളുന്നു. അപ്പൊ വിജയേട്ടൻ പറഞ്ഞു ഇത്ര ലൈനേ ഉള്ളൂ സാരില്ല എന്ന് പറഞ്ഞാൽ ആ സീനിയർ സിറ്റിസൺ ലൈനിൽ നിന്ന് അന്ന് നിർത്തി ഒരൊറ്റ മണിക്കൂർ അവിടെ നിർത്തി. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും വേഗം ചെല്ലും. കാരണം നമുക്ക് തരുമ്പോ വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറയുന്നത്. ആ അനുഭവം ഉണ്ടായ കാരണം തലേ ദിവസം ഞങ്ങൾ ലൈനിൽ കൂടെ പോയി. പിറ്റേ ദിവസം ഒരാൾ പറഞ്ഞു നിങ്ങൾ ലൈനിൽ നിൽക്കണ്ട അപ്പൊളൊന്നും. അപ്പൊ ഞാൻ പോവാ ചേട്ടാ ഇനി ഇവിടെ നിന്നാ ചിലപ്പോ അന്ന് മുഴുവൻ അവിടെ നിർത്തിക്കും വേണ്ട. അപ്പൊ കിട്ടിയ ചാൻസ് അതെ അങ്ങനെ ഉദാഹരണം ഉണ്ടായി. അതേ പിന്നെ ഞാൻ പറയും ഈശ്വര ഭഗവാൻ പറയണ പോലെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാണ്ട് അതുപോലെ തലേ ദിവസം പുറത്തൊക്കെ ലൈനിൽ തൊഴുതാട്ടാ. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ലൈൻ നിൽക്കാൻ പറയും നിങ്ങൾ ഇവിടെ നിൽക്കണ്ട ഭഗവതി അമ്പലത്തിന്റെ അതിൽ കൂടെ കിടന്ന് അവിടെ നിൽക്കണം. അപ്പൊ ഞാൻ തലേ ദിവസം അല്ല അങ്ങനെ ചില സമയത്ത് നമ്മള് ഭയങ്കര ഇതാണ്. റൈറ്റ് സൈഡ് ഓഫ് ദ മാക്സി ശരിയാ. മാക്സി
മാസ്കി. നമ്മൾ ഇത്ര ദിവസം കണ്ടിട്ടില്ല. നമ്മൾ ഈ പാത്രമൊന്നും അറിയാവുന്ന മാർക്കറ്റാണ്. അതിപ്പോ ഹോട്ടലിന്റെ അവിടെ എത്തി, നമ്മുടെ ചായക്കടയുടെ അവിടെ എത്തി. അപ്പൊ ഇത്തിരി മുമ്പിലേക്ക് പോയി എത്തി. അതെ, രാവിലെ നിങ്ങൾക്ക് വേണ്ടി 5 മണിക്ക് കോർണിക്കും. അവിടെ വൈകുന്നേരം ആ ഫ്രൂട്ട്സുകാരൻ 5 മണിയാകുമ്പോഴേക്കും തുറക്കണ്ടേ? അല്ല, മാക്സിമം ഫ്രൂട്ട്സുകാരൻ തുറക്കണം, മാസ്കിക്കാര് തുറക്കില്ലല്ലോ. ആവശ്യം വരുമ്പോ വേണ്ട, ഞാൻ പറയാം, കാണാൻ രസമുണ്ട്. ഒരാളുണ്ടല്ലോ അവിടെ, അവർക്ക് മേടിച്ചു കൊടുക്ക. തന്നെ മേടിച്ചതന്നെ മേടിച്ചു കൊടുത്തൂടെ? ആര്? അമ്മക്ക്. അമ്മയുടെ കാര്യത്തില ഞാൻ പറഞ്ഞേ. എന്റെ അമ്മ മാക്സി കാണില്ല. അതന്നെയാണ് പറഞ്ഞ ആൾക്ക് മനസ്സിലായിട്ട് ആർക്കാണ് ഉദ്ദേശിച്ചത്. ആ, അവിടെ അങ്ങനെ ഞങ്ങൾ സിറ്റി റൈഡൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തോന്നുന്നു. ഇഷ്ടമെങ്കിൽ എന്നത്തെ എപ്പോഴത്തെയും പോലെ കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പീസ്.